ഹലോ. അപ്പോൾ നമ്മൾക്കിതാ ഈവനിങ്ങിനും മോർണിങ്ങിനൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം റെഡിയാക്കാനാണ് കേട്ടോ ഒന്ന് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ മഴത്ത് ഇതാ വേഗം പോയിട്ട് കുറച്ച് ഇലയൊക്കെ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പൊടണീൻ്റെ ഇല അത് വെച്ചിട്ടാണ് നമ്മൾ ഐറ്റം റെഡിയാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ 2 കപ്പ് എടുത്തു. ഒരു 1.25 കപ്പ് എടുത്ത് ഉപ്പിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറച്ച് ലൂസിൽ കുഴച്ചെടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ, ശർക്കര, അതേപോലെ അവിൽ അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതാ ഇലയൊക്കെ കഴുകി തുടച്ചതിന് ശേഷം നമ്മൾ മാവ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാവ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നീങ്ങണില്ലാണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒപ്പം വെക്കുക. കയ്യുമ്മൽ ഇങ്ങനെ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു സൈഡൊക്കെ മാറ്റി വെക്കുക. പിന്നെ നമ്മളിതാ ഈ കൂട്ടുണ്ടല്ലോ ശർക്കര അവിലൊക്കെ ഇട്ട് അതിതാ ഒരു സൈഡിലാക്കിയിട്ട് വെച്ചെടുത്തിട്ട് ഇങ്ങനെ മടക്കി വെക്കുക. പിന്നെ നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ ആവിക്കാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇഡ്ഡലിത്തട്ടൊക്കെ ആകെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനി. വെള്ളമൊക്കെ തിളച്ച് നമ്മളെ പൂവട ഇലയട അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വേവുണ്ടാവും കേട്ടോ അതിന്. അപ്പോൾ ആ വെന്തതൊക്കെ ഓരോന്നൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു മഴയത്ത് നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.